അന്ന് ഇവർ പറയണ്ടേ ഇന്ന ഡോക്യുമെൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ പൗരനല്ല. അന്ന് ഇന്ത്യൻ പൗരനല്ലാത്ത ആളുകൾ ആരും തന്നെ വോട്ട് ചെയ്യാൻ പാടില്ല. അന്ന് ഈ ഇലക്ഷനിൽ പറയട്ടെ ഇന്ത്യൻ പൗരനല്ലാത്ത ആരും തന്നെ വോട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നില്ലേ? ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാരും പൗരത്വ രേഖ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമമാണ് കൊണ്ടുവന്നത്. പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിന് വ്യക്തമായ സൂചനയാണ്. എൻ്റെ മറുപടി ലഭിക്കാതിരുന്നതിൻ്റെ കാരണവും രേഖ കിട്ടും. ഒരു നോട്ട് നിരോധനം പോലെ ആവുമോ ശരിക്കും ഇത്തരം സംഭവം പാസ്സായി കഴിഞ്ഞാൽ? കാര്യം ഇത് പാസ്സാക്കില്ല എന്നും നമുക്ക് പറയാൻ കഴിയില്ല. മനുഷ്യന്മാരെ മാക്സിമം കഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ തിയറി. കാര്യം പല സംഭവത്തിലും അറിയാൻ നമുക്ക് കഴിയും. നോട്ട് നിരോധനം ഒരു കാര്യം ഉണ്ടായില്ല. 15 ലക്ഷം രൂപ അണ്ണാക്കിലേക്ക് തള്ളിത്തരാന്നൊക്കെ പറഞ്ഞു. ഇന്ത്യയിൽ ഒരു പൗരൻ ആരാണെന്ന് നിശ്ചയിക്കേണ്ട ഒരു വ്യവസ്ഥ എന്താണെന്നുള്ള അടിസ്ഥാനം അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ട് ഈ നിയമം കൊണ്ടുവരികയും അത് ഏതെങ്കിലും ഒരു സമുദായത്തിനെ, എനിക്ക് തോന്നുന്നത് ഹിന്ദു മുസ്ലിം അങ്ങനെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങളെ വേർതിരിക്കാൻ വേണ്ടി എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് പൗരത്വം തെളിയിക്കേണ്ടത് എന്ന് പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പോലും വ്യക്തമാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ നിയമം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. മറുപടിയിൽ തന്നെ ഒരു രേഖകളും ഉണ്ടായിരുന്നില്ല. രേഖകൾ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയുള്ള രേഖ ഇവിടെ ഇല്ല എന്നും അതോടൊപ്പം തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം സ്പഷ്ടമല്ല എന്നുള്ളൊരു മറുപടിയുമാണ്. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്താണോ പൗരത്വം തെളിയിക്കാൻ രേഖ കൈവശം വെച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു രേഖ പോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് സ്പഷ്ടമായിട്ട് ഇന്ത്യയിലെ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നിരിക്കെ അല്ല, ഇവർ ഈ ആധാർ എന്നുള്ള സംഭവം കൊണ്ടൊന്നില്ലേ? ആധാറൊക്കെ ശരിക്കും ബാങ്കുമായി കണക്ട് ചെയ്തില്ലേ, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇതുപോലും വാലിഡ് അല്ല എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ പൗരൻ? ഇതൊരു സമുദായത്തെ മാത്രം നോക്കി വെച്ച് ലക്ഷ്യം ഇടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും പറയുന്നത് മുസ്ലിം സമുദായം ക്രിസ്ത്യൻ സമുദായമൊക്കെ ഇവിടെ സേഫാണ്, സെക്യൂർഡാണ് എന്നൊക്കെ വായിൽ പറയുമെങ്കിൽ ഇവരുടെ പല നിയമങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാൽ അത്തരം രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് കാണാറില്ല. ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഇന്ത്യൻ പൗരനല്ല എങ്കിൽ പിന്നെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഈ വോട്ട് ചെയ്ത വ്യക്തിയുടെ അധികാരം വെച്ചിട്ടല്ലേ ഇവർ പാർലമെന്റിൽ നിയമം പാസ്സാക്കുന്നത്. നമസ്കാരം. പൗരത്വ നിയമം വിഷയമാണ് ഇപ്പോൾ പല ലെവലിലും ചർച്ച ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണ പൗരത്വ നിയമം ഭേദഗതി ബില്ല് വന്നപ്പോൾ അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയുടെ പൗരത്വം ചോദിച്ച ജോഷി ചേട്ടനാണ് നമ്മുടെ കൂടി ഇരിക്കുന്നത്. ജോഷി ചേട്ടൻ ചോദിച്ചതിന് ശേഷം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ പൗരത്വം എന്താണ് എന്നുള്ളത് വ്യക്തമായിക്കൊണ്ടുള്ള രേഖകൾ വന്നത്. എന്തൊക്കെയാണ് ശരിക്കും അന്ന് രേഖകൾ വന്നത്? രേഖകളായിട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല. നമ്മളന്ന് ചോദിച്ചായിരുന്നത് 2020 7-ാം തീയതി ആയിരുന്നു, ജനുവരി 7-ാം തീയതി ആയിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി പൗരത്വം തെളിയിക്കുന്ന രേഖ എന്താണോ കൈവശം വെച്ചിരിക്കുന്നത് ആ രേഖയുടെ ഒരു പകർപ്പ് ഇന്ത്യയിലുള്ള മറ്റു പൗരന്മാർക്കും അറിയാനുള്ള അവകാശത്തിൻ്റെ പുറത്ത് ഞാൻ ആ രേഖ കിട്ടാൻ വേണ്ടി വിവരാവകാശ അപേക്ഷ വയ്ക്കുകയുണ്ടായി. പക്ഷേ അന്ന് വിവരാവകാശ അപേക്ഷ വെച്ചതിന് ശേഷം ആ മറുപടി ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. ലാസ്റ്റ് രണ്ടാമത് അപ്പീൽ കൊടുത്തതിന് ശേഷമാണ് മറുപടി വന്നത്. മറുപടിയിൽ തന്നെ ഒരു രേഖകളും ഉണ്ടായിരുന്നില്ല. രേഖകൾ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയുള്ള രേഖ ഇവിടെ ഇല്ല എന്നും അതോടൊപ്പം തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം സ്പഷ്ടമല്ല എന്നുള്ളൊരു മറുപടിയുമാണ് പിന്നീട്. അതായത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചോദിച്ചില്ല എന്നുള്ളതാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൗരത്വം ചോദിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്കാണ് മറുപടി വന്നത്. അപ്പോൾ അത് മറുപടി വന്നത് തന്നെ ഒരു 3 മാസത്തിലധികം കഴിഞ്ഞതിന് ശേഷമാണ് മറുപടി വന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ പാസ്സാക്കിയ ഒരു നിയമത്തെ പോലും പാർലമെന്റ് പാസ്സാക്കിയ നിയമം പോലും അവരുടെ ഓഫീസ് ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ വിവരാവകാശ മറുപടിക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു മറുപടി കിട്ടിയതിൻ്റെ കാരണത്തിൽ തന്നെ വ്യക്തമാവുന്നത്. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്താണോ പൗരത്വം തെളിയിക്കാൻ രേഖ കൈവശം വെച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു രേഖ പോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം. നമ്മൾ ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ച് ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാരും പൗരത്വ രേഖ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമമാണ് കൊണ്ടുവന്നത്. പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിന് വ്യക്തമായ സൂചനയാണ്. എൻ്റെ മറുപടി ലഭിക്കാതിരുന്നതിൻ്റെ കാരണവും രേഖ കിട്ടാതിരുന്നതിൻ്റെ കാരണവും. ഇന്ത്യയിലെ ഒരു പൗരന് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് പൗരത്വം തെളിയിക്കേണ്ടത് എന്ന് പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പോലും വ്യക്തമാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ നിയമം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് സ്പഷ്ടമായിട്ട് ഇന്ത്യയിലെ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നിരിക്കെ ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും ജനങ്ങളെ ഭയപ്പെടുത്തുവാനും വേണ്ടി വിഘടിപ്പിക്കാനും വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ ശരിക്കും ഈ പൗരത്വ ഭേദഗതി നിയമത്തെ താങ്കൾ എതിർക്കുന്ന ഒരാളായതുകൊണ്ടാണല്ലോ ശരിക്കും താങ്കളുടെ മതം ഏതാണ്, അല്ലെങ്കിൽ താങ്കളുടെ പൗരത്വം എന്താണ് എന്നുള്ളത് ചോദിക്കുന്നത്?
ഒരു നോട്ട് നിരോധനം പോലെ ആവുമോ ശരിക്കും ഇത്തരം ഒരു സംഭവം പാസ്സായി കഴിഞ്ഞാൽ? കാര്യം ഇത് പാസ്സാക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. മനുഷ്യന്മാരെ മാക്സിമം കഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ തിയറി. കാര്യം പല സംഭവത്തിലും അറിയാൻ നമുക്ക് കഴിയും. നോട്ട് നിരോധനം ഒരു കാര്യം ഉണ്ടായില്ല. 15 ലക്ഷം രൂപ അണ്ണാക്കിലേക്ക് തള്ളിത്തരാന്നൊക്കെ പറഞ്ഞു. അതായത് പിടിച്ചു കഴിഞ്ഞാൽ കള്ളപ്പണം പിടിച്ചു. ഇപ്പോൾ BJPയിലെ ആളുകളൊക്കെ ചോദിക്കുന്നത് പിടിച്ചാലല്ലേ എന്നുള്ളത്. പിടിക്കേണ്ടത് നമ്മുടെ ഒരു കുട്ടിയാണോ, അതോ അതിനുവേണ്ടി പ്രത്യേക സ്ക്വാഡൊന്നും ഇല്ലേ? കള്ളപ്പണമൊക്കെ ധാരാളം ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ നോട്ട് നിരോധനം ആക്കിയത്. അതിനുശേഷം വേറെ വിഷയമുണ്ട്, 50 ദിവസം തരൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയുന്ന സംഭവം ഈ പറഞ്ഞത് എന്തുകൊണ്ടാണ് മറയ്ക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതായത് നമ്മളെ പറ്റിക്കുകയാണ്, എന്നെ പറ്റിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാലത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഇന്ത്യയിലെ പൗരത്വ രേഖയുടെ ഒരു ആവശ്യമെന്ന് പറഞ്ഞത് എന്തിനാണ് ഈ സമയത്ത് കൊണ്ടുവന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇന്ത്യയിൽ ഒരു പൗരൻ ആരാണെന്ന് നിശ്ചയിക്കേണ്ട ഒരു വ്യവസ്ഥ എന്താണെന്നുള്ള അടിസ്ഥാനം അവർ പറഞ്ഞിട്ടില്ല. ഒരു ജനന സർട്ടിഫിക്കറ്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1967 ശേഷമുള്ള ആളുകൾക്ക് എങ്ങനെ രേഖകൾ സംഘടിപ്പിക്കാൻ പറ്റും? ഇപ്പൊ കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഇല്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ഈ സാധനം കിട്ടിയത്. പ്രധാനമന്ത്രി 1947 കണ്ടാണ് അല്ലെ? അപ്പൊ 67 ബാക്കിലുള്ള ആളുകൾക്കൊന്നും ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാവത്തില്ല. ആ ജനന സർട്ടിഫിക്കറ്റ് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതിന് എത്ര വിഡ്ഢികളായിട്ടുള്ള അല്ലെങ്കിൽ എത്ര വിഡ്ഢികളായിട്ടുള്ള ആളുകളാണ് ഈ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത്? ആ നിയമത്തിന്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ അറിയാം. അത് നടക്കാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളത്. അതിന് പകരം എന്ത് അഡീഷണൽ ഡോക്യുമെന്റ് എന്തെങ്കിലും ഹാജരാക്കണോ, അത് എന്താണോ എന്നുള്ളത് അവർ വ്യക്തമാക്കണില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ട് ഈ നിയമം കൊണ്ടുവരികയും അത് ഏതെങ്കിലും ഒരു സമുദായത്തിനെ, എനിക്ക് തോന്നുന്നത് ഹിന്ദു മുസ്ലിം അങ്ങനെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങളെ വേർതിരിക്കാൻ വേണ്ടി ഭൂരിപക്ഷത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്. ഈ നിയമത്തിൽ ആർക്കും തന്നെ ഇന്ത്യയിലെ ഇവർ കൊണ്ടുവന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വ രേഖ എന്താണെന്നൊരു സ്പഷ്ടമായിട്ട് അറിവില്ലാതിരിക്കെ എങ്ങനെയാണ് ഒരു പൗരൻ പൗരത്വ രേഖ തെളിയിക്കും? അല്ല, ഇവർ ഈ ആധാർ എന്നുള്ള സംഭവം കൊണ്ടുവന്നില്ലേ? ആധാറൊക്കെ ശരിക്കും ബാങ്കുമായി കണക്ട് ചെയ്തില്ലേ, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇതുപോലും വാലിഡ് അല്ല എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ പൗരൻ? അതെ, ഞാൻ പറയുന്നത് പൗരത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആധാറുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ഇന്ത്യൻ രേഖയിലുള്ള എല്ലാവർക്കും പൗരത്വം ഉണ്ട് എന്ന് പറയാം. ഇതൊരു സമുദായത്തെ മാത്രം നോക്കി വെച്ച് ലക്ഷ്യം ഇടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും പറയുന്നത് മുസ്ലിം സമുദായം ക്രിസ്ത്യൻ സമുദായമൊക്കെ ഇവിടെ സേഫാണ്, സെക്യൂർഡാണ് എന്നൊക്കെ വായിൽ പറയുമെങ്കിൽ ഇവരുടെ പല നിയമങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാൽ അത്തരം രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് കാണാറില്ല. അല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇത്രേ ഉള്ളൂ. നമ്മൾ ഇന്ത്യൻ പാർലമെൻറ്റ് നിയമം പാസ്സാക്കി ഇന്ത്യയിൽ ഒരു വോട്ട് ചെയ്യുന്നൊരു പൗരൻ ഇന്ത്യൻ പൗരനാണ്. ഈ ഇന്ത്യൻ പൗരൻ വോട്ട് ചെയ്തിട്ടാണ് ഇന്ത്യയിലെ പാർലമെൻറ്റിൽ നിയമങ്ങൾ പാസ്സാക്കുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് കാർഡ്, വോട്ടർ ID, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ആധാർ, അദ്ദേഹത്തിന് പാസ്പോർട്ട്, ഈ മൂന്നും ഒരു വ്യക്തിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ പൗരനാണ്. ഇത് ഇന്ത്യൻ പൗരനാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ടുപോകുന്നതും അവരത് എക്സ്പെക്ട് ചെയ്യുന്നതും. അല്ല, അത് വാലിഡ് അല്ല എന്ന് പറയുന്ന മണ്ടന്മാരായ ഭരണാധികാരികൾ എന്നാണ് ഞാൻ പറയുന്നത്. അതായത് അത് വാലിഡ് അല്ല എന്ന് പറയുമ്പോൾ വേറെ എന്താണ് വാലിഡ് ആവുന്നത്? എന്താണ് പിന്നെ ഡോക്യുമെന്റ്? അന്ന് ഇവർ പറയണ്ടേ ഇന്ന ഡോക്യുമെന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ പൗരനല്ല. അന്ന് ഇന്ത്യൻ പൗരനല്ലാത്ത ആളുകൾ ആരും തന്നെ വോട്ട് ചെയ്യാൻ പാടില്ല. അന്ന് ഈ ഇലക്ഷനിൽ പറയട്ടെ ഇന്ത്യൻ പൗരനല്ലാത്ത ആരും തന്നെ വോട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നില്ലേ? BJP ഗവൺമെൻറ് ഇന്ത്യ പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിയമത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും ക്രിസ്ത്യൻസും ആരോ തന്നെ ആയിക്കോട്ടെ, ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഇന്ത്യൻ പൗരനല്ല എങ്കിൽ പിന്നെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഈ വോട്ട് ചെയ്ത വ്യക്തിയുടെ അധികാരം വെച്ചിട്ടല്ലേ ഇവർ പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കുന്നത്. അപ്പോൾ അത്തരം വ്യക്തികൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ബാക്ക്ഗ്രൗണ്ട് കളികൾ മാത്രമാണെന്നും ഇതൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നും എൻ്റെ മനസ്സിൽ തോന്നുന്നത്, സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നത് അവരുടെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നത്. തീർച്ചയായും അല്ലാന്ന് പറയാൻ കഴിയില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഇന്ത്യക്കാരനാണ്. ഇപ്പോൾ ഇന്ത്യനെ കുറിച്ചൊക്കെ മറ്റുള്ള രാജ്യങ്ങളിൽ ചർച്ച ചെയ്യുന്നത് വളരെ മോശമായ രീതിയാണ്. അതായത് വളരെ മോശമായ രീതി. ഇപ്പോൾ എങ്ങനെ ആവട്ടെ, ഈ ഒന്നും വേണ്ട, ഇവരുടെ അണികൾ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ എന്തൊക്കെയാണ്? മറ്റുള്ള രാജ്യങ്ങളിൽ ശരിക്കും സംഘപരിവാറിൻ്റെ ആളുകൾ ഈ സംഘീപുത്രന്മാർ പോയി നശിപ്പിക്കുന്ന രീതി, ഇന്ത്യയുടെ പേര് കൊണ്ട് കളയുന്ന രീതി വല്ലാത്ത രീതിയിലേക്കാണ് എല്ലാവരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല ഇത്. എല്ലാ മതങ്ങളും പറയുന്നത് സാഹോദര്യത്തോടെ ഇഷ്ടത്തോടെ എല്ലാവരോടും നല്ലപോലെ പെരുമാറി ജീവിതം കഴിച്ചു കൂട്ടണേ എന്നുള്ളതാണ്. അപ്പോൾ അത്തരം രീതിയിലേക്കാണ് നമ്മൾ പറയുന്നത്. നമ്മളും പറയുന്നത്, ജനങ്ങളൊക്കെ പറയുന്നത് അത്തരം രീതിയിലേക്ക് തന്നെയാണ്. എല്ലാവരും അത് തന്നെയാണ് നമുക്ക് വേണ്ടതും.
ഇവിടെ വർഗീയ കക്ഷികൾ കേരളത്തിൽ ഒരിക്കലും തന്നെ അധികാരത്തിൽ വരാൻ പാടില്ല. ഒരു സ്ഥാനത്തും വർഗീയ കക്ഷികൾ വരാൻ പാടില്ല. ഇപ്പോൾ സുരേഷ് ഗോപിയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപിക്ക് ഞാൻ പറയണമെങ്കിൽ സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് അദ്ദേഹം നല്ല ക്വാളിറ്റി ഉള്ള ഒരാളാണ്. പക്ഷേ ഒരു പാർട്ടി എന്നുള്ളൊരു ലേബലിൽ മത്സരിക്കുമ്പോൾ BJP എന്നുള്ളൊരു കാൻഡിഡേറ്റും കൂടി ആകുമ്പോൾ അവരുടെ അജണ്ട നടപ്പാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും സുരേഷ് ഗോപി ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ വിജയിക്കാൻ പാടില്ല. കെട്ടിവെച്ച കാശ് പോലും BJPക്ക് കിട്ടരുത് എന്നുള്ളൊരു ആഗ്രഹക്കാരനും കൂടി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? ഇതിന് അവർ മനസ്സിലാക്കണം, കേരളത്തിൽ വർഗീയത ഒരിക്കലും വേരോടില്ല എന്നുള്ളത്. മുസ്ലിം സുഹൃത്തുക്കളും ക്രിസ്ത്യൻ സുഹൃത്തുക്കളും ഇവിടെ ഉള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നതും കുറേ ആളുകളുണ്ട് ഇവിടെ. അവരോടൊക്കെ എന്താ പറയുക? ഒത്തിരി ഇഷ്ടപ്പെടുന്ന എന്താ പറയാനുള്ളത്? അതെ, സുരേഷ് ഗോപിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ട്. അവരോട് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ, കേരളത്തിൽ വർഗീയത വളരാൻ അനുവദിക്കരുത്. ഇത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഉണ്ടായ പോലെ, മണിപ്പൂർ ഉണ്ടായ പോലെ, ഗുജറാത്തിൽ ഉണ്ടായ പോലെ. താങ്കളൊരു ക്രിസ്ത്യാനിയാണ്. മണിപ്പൂർ താങ്കളെ വേദനിപ്പിച്ചോ? തീർച്ചയായും. നമ്മളുടെ സഹോദരങ്ങളല്ലേ മണിപ്പൂർ എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും തന്നെ പോലെ തന്നെയാണ്, നമ്മളുടെ സഹോദരങ്ങളാണ്. അവർ സഹോദരിമാർ തെരുവിൽ വസ്ത്രമായിട്ട് അവരെ നടത്തിക്കൊണ്ട് പോവുകയും അത്തരം വീഡിയോകൾ നമ്മളൊക്കെ കണ്ടിട്ട് നമ്മൾ ഐശ്വര്യപ്പെട്ടു പോയി. നമ്മൾ എവിടെ, നമ്മുടെ സ്വന്തം നാട്ടിലാണ് ജീവിക്കുന്നത്, നമുക്ക് മനസ്സിലാവാത്ത രീതിയിലായി. എന്നിട്ട് പോലും മാസങ്ങളോളമായിട്ടും ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു. അതായത് സാധാരണ രീതിയിലേക്ക് ഞാനിപ്പോൾ ഒരു പള്ളിയിലച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടായി. പള്ളിയിലച്ഛനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഇത്ര മണിപ്പൂരിൻ്റെ വിഷയമാണ് ഞാൻ ചോദിച്ചത്. അതായത് പള്ളിയിലച്ഛനോട് ഞാൻ ചോദിച്ചൊരു വിഷയം, താങ്കൾ ശരിക്കും ഈ ഇടവകയിൽ കുറച്ച് ആളുകളോട് പറയാണ്, മക്കളെ ഒന്ന് അടങ്ങടാ എന്ന് പറഞ്ഞാൽ എത്ര പേര് വെക്കുന്നു? കേൾക്കും, ഒരുപാട് പേര് വെക്കും. അത്തരം ഒരു രീതി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളത് വല്ലാത്ത രീതിയിൽ തന്നെ സങ്കടം ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ പ്രധാനമന്ത്രിക്ക് പോലും പൗരത്വമില്ല എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ പിന്നെ ആരുടെ പൗരത്വമാണ് പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന ഈ BJP സർക്കാർ അല്ലെങ്കിൽ സംഘപരിവാർ കേന്ദ്രമായ സർക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ വേണം ചോദിക്കാൻ. കാര്യം ഒരു നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യ എന്ന് മാറ്റി ഭാരത് എന്നാക്കുന്നു. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? സർട്ടിഫിക്കറ്റ്, നമ്മുടെ സ്റ്റാമ്പ് പേപ്പർ വരെ മാറ്റേണ്ട ഒരു അവസ്ഥ വല്ലാത്ത രീതിയിലേക്ക് പോകും. അപ്പോൾ ഇതൊന്നും ചിന്തിക്കാൻ കഴിയാത്തതോ നടപ്പിലാക്കാൻ പോകുന്നതോ ആണോ എന്നൊന്നും എനിക്കറിയില്ല. കാര്യം നടപ്പിലാക്കാൻ പോവാതെ ഭരണ പ്രശ്നങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി ഇത്തരം വിവാദങ്ങൾ അഴിച്ചുവിടുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വർഷങ്ങളോളം കത്തിക്കൊണ്ടിരിക്കണം എന്നുള്ള രീതിയിലേക്കാണ്. അപ്പോൾ ഭരണം പരാജയമാണോ നേട്ടമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. അതുപോലെ തന്നെ കൊണ്ടുപോയ ഒരു സാധനമാണ് ശരിക്കും ഈ രാമക്ഷേത്രം. ഇത് ഡെവലപ്പ് ചെയ്തു, എടുത്തു, നിർമ്മിച്ചു. ഇനി വേറൊന്നും പറയാനില്ല. അപ്പോൾ പുതിയ സംഭവങ്ങൾ വേണം, പൗരത്വം അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വന്ന് ആളുകളെ ഇളക്കി വിട്ട് മാനസികമായി പ്രശ്നമുണ്ടാക്കി ചർച്ച ചെയ്യിപ്പിച്ചു, തെരുവിൽ യുദ്ധം ചെയ്യുന്ന കണ്ടീഷനിലേക്ക് പോയി അത്തരം രീതിയിലേക്കൊക്കെ പോക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഇവരുടെയൊക്കെ കോൺസെപ്റ്റുകൾ പോകുന്നത്. നന്ദി, നമസ്കാരം.